ഹായ് ഓൾ, നിഹ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് എങ്ങനെയാണ് ബട്ടർഫ്ലൈ മോൾഡും ഫ്ലവർ മോൾഡും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ സോൾഡറിങ് അയൺ എന്ന് പറയുന്ന ഒരു ടൂൾ കേട്ടോ. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മോൾഡുകളൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതായത് അരികുവശത്തിലൂടെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മോൾഡിൻ്റെ ഷേപ്പിലാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. ഈ ഒരു സോൾഡറിങ് അയണിൻ്റെ ഈ ഒരു അറ്റത്ത് കാണുന്ന കൂർപ്പ് ആ ഒരു കൂർപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉരുക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സോൾഡറിങ് അയൺ പല മുനകളിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇത്ര നേരിയത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കല്ലുമ്മലൊക്കെ വെച്ചിട്ട് നല്ലപോലെ അതിനെ ഒരു കൂർപ്പാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലഗും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബട്ടൺ ഹൗസിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എല്ലാ ബട്ടൺ ഹൗസിലും ഇത് അവൈലബിൾ അല്ല. ഇതിനേക്കാൾ കുറച്ചും കൂടി കട്ടി കൂടുതലായിട്ടുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മോൾഡുകൾ വരുന്നത് കേട്ടോ. അത് പഞ്ചിങ് മെഷീനാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോൾഡുകളൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവറിലേക്കുള്ള ബട്ടർഫ്ലൈയും അതേപോലെ തന്നെ ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് പേളും വെച്ചിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കലാണ് മിനിമം ഫ്ലവേഴ്സിന് നമ്മൾ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. സോൾഡറിങ് അയൺ ഞാൻ പ്ലഗിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അതായത് നമ്മൾ ഇതേപോലത്തെ ഈ പ്ലേറ്റിൻ്റെ അതേപോലത്തെ ഗ്ലാസ് ഇല്ലേ, നമ്മൾ അക്വാറിയത്തിലേക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ്, ആ ഒരു ഗ്ലാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുമ്മ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചില്ലിൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോൾഡറിങ് അയൺ നമ്മളവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓണാക്കി വെക്കുന്ന സമയത്ത് ചെറിയ മക്കളൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കിട്ടാത്ത വിധത്തിൽ വേണം നമ്മളിതിനെ വെക്കാൻ. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളുടെ അടുത്തും വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ ഇത് ഓണാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയണം. കാരണം അത്രയും ചൂടാണ് ഈ ഒരു സോൾഡറിങ് അയണിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫസ്റ്റ് ടൈം വാങ്ങുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റൊക്കെ ഇതിങ്ങനെ ചൂട് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ചൂടായിട്ട് കിട്ടും. അപ്പോൾ ചൂടായിട്ടുണ്ടോ എന്ന് ഒരിക്കലും നമ്മൾ കൈ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യരുത് കേട്ടോ. കൈ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് പൊള്ളിപ്പോകും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇതൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഹോളാവാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ കൂർപ്പുണ്ട്, അതിന് നല്ല നൈസായ കൂർപ്പാണ്, അതേപോലെ തന്നെ നല്ല ഹീറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു വെൽവെറ്റിൻ്റെ പീസും ഒരു സാറ്റിൻ്റെ പീസും പിന്നെ ഓർഗൻസ ക്ലോത്തും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ചെറിയ പീസുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൾഡ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ഈ 2 മോൾഡുകളാണിപ്പോൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാ ഷേപ്പിലുള്ള മോൾഡുകളും നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വെൽവെറ്റ് പീസിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ വെൽവെറ്റ് അത്യാവശ്യം കട്ടിയുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ ലെയറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതിൻ്റെ ചെറിയ ചൂടൊക്കെ മുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ബട്ടർഫ്ലൈ മോൾഡ് ഇതേപോലെ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ അരികത്തിലൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നല്ല കൂർപ്പുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഓടിച്ചു കൊടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ അടർന്നു പോരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവൂലേ, നമ്മുടെ ബട്ടർഫ്ലൈ ആയാലും ഫ്ലവർ ആയാലും നമുക്ക് നീറ്റിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പതുക്കെ, അതായത് പതുക്കെ എന്നതും അല്ല ഉദ്ദേശിച്ചത്, ഒരു മീഡിയം സ്പീഡിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഹീറ്റായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോത്തിൽ വേണം ഇതിനെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കൈ വെച്ചിട്ട് ചെയ്യരുത്. ഒരു ക്ലോത്തിൽ എന്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോളായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽവെറ്റിൽ ഒരു പീസ് ബട്ടർഫ്ലൈ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് നല്ല നീറ്റോട് കൂടി തന്നെ ആ ഒരു ബട്ടർഫ്ലൈനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഒന്നും കൂടെ നമുക്കിതിൽ ചെയ്തെടുക്കാം. ഒരു ഫ്ലവറും കൂടെ നമുക്കിതിൽ ചെയ്തെടുക്കാം.
അതും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് ചെയ്യുന്നത് ഇതിൽ വ്യക്തമായിട്ട് കാണുന്നില്ല അല്ലേ, ക്യാമറ ഈ ഭാഗത്താണ് കേട്ടോ, അതുകൊണ്ടാണ്. ഒന്നുമില്ല, നമ്മൾ ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഒരു മോൾഡിനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ അരികത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ സോൾഡറിങ് ആണ് വെച്ചിട്ടൊന്ന് ഓടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആ മോൾഡിനെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ വലിയ സ്ക്രൂ ഡ്രൈവർ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാലും മതി കേട്ടോ. അത് ക്ലോത്തിൽ നിന്നും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ സാറ്റിനിലാണ് ചെയ്തെടുക്കുന്നത്. സാറ്റിൻ ക്ലോത്ത് നമ്മുടെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ അരികു വശത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റോട് കൂടി തന്നെ ഈ ഒരു ബട്ടർഫ്ലൈനെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ സാറ്റിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഹെവി സാറ്റിനൊക്കെ ഒരു പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത കട്ടി കുറഞ്ഞ സാറ്റിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 2 പീസ് വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ നമുക്ക് തിക്കായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ പീസിൽ മാത്രം ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 പീസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ബട്ടർഫ്ലൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ നല്ല പോലെ നിന്നോളും. അങ്ങനെ സാറ്റിൽ നിന്നും ഒരു ബട്ടർഫ്ലൈനും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ തന്നെ നമുക്കൊരു ഫ്ലവറും കൂടെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഈ സാറ്റിൽ തന്നെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചില സമയത്ത് നമ്മളിങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു മോൾഡിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ നമ്മളൊന്ന് മൂവ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇനി ഓർഗൻസയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓർഗൻസ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 2 പീസായിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗൻസ അത്യാവശ്യം കട്ടിയില്ലാത്ത ക്ലോത്ത് അല്ലേ, അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാണ് ഒന്നുകൂടെ ബെറ്റർ ആവുക കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഫ്ലവർ ചെയ്തെടുക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് ഓർഗൻസയിലാണ്. ഓർഗൻസയിൽ നമുക്ക് നല്ലൊരു ലുക്കാണ് ആ ഒരു ഫ്ലവർ ആയാലും ബട്ടർഫ്ലൈ ആയാലും ഏത് മോൾഡായാലും നമുക്ക് കിട്ടുക കേട്ടോ. ഏറ്റവും ഇഷ്ടം എനിക്ക് ഓർഗൻസയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഓർഗൻസിൻ്റെ മുകളിലേക്ക് മോൾഡ് വെച്ച് കൊടുത്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലൂടെ ഒന്നിങ്ങനെ നമ്മുടെ സോൾഡറിങ് അയൺ മൂവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോൾഡറിങ് അയൺ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വയറിൽ തട്ടാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ചെയ്യുന്ന സമയത്ത്. എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ആ വയറിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്താവും, ചെറിയ ഹോള് വരാനും ഉരുകി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതാ കണ്ടോ, നമുക്ക് നല്ല പോലെ തന്നെ നമ്മുടെ ഓർഗൻസയിൽ ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഓർഗൻസയിൽ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം സക്സസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പിയുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു മോൾഡ് ചെയ്തെടുക്കുന്ന സമയത്തും നല്ലപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈനും ഫ്ലവറിനെയും ഒക്കെ കിട്ടുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മളെ ബട്ടർഫ്ലൈയും അതേപോലെ തന്നെ ഫ്ലവറും ഒക്കെ കാണുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ക്ലോത്തിൽ ചെയ്യുന്നതും കാണിച്ചു അല്ലേ. വെൽവെറ്റ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചും കൂടി കട്ടി കുറഞ്ഞ വെൽവെറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. നമ്മുടെ ഓർഗൻസയിൽ കണ്ടോ നമുക്ക് നല്ല ബട്ടർഫ്ലൈനെയാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല അരികൊക്കെ നല്ല വൃത്തിയിൽ വരുന്നത് നമ്മൾ ഓർഗൻസയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ആ ഒരു പീസസും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈയും ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഓർഡേഴ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ടൈം നമുക്ക് അവിടെ ചിലവഴിക്കേണ്ടതില്ലല്ലോ, നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒഴിവുള്ള സമയത്തും അതേപോലെ തന്നെ ഓരോ ഡ്രസ്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെറിയ ചെറിയ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാറാണ് ചെയ്തത്. പിന്നെ അരികത്ത് ഇതേപോലെ നൂല് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അവിടെയും ഒന്ന് ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസസ് നോക്കി മാക്സിമം എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ബട്ടർഫ്ലൈ ഞാനിതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫ്രോക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സോൾഡറിങ് അയൺ വെച്ചിട്ടും പിന്നെ അതേപോലെ മോൾഡ് വെച്ചിട്ടും ചെയ്യുന്ന ബട്ടർഫ്ലൈകളാണ്. ഈ മോൾഡ് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 7-Upൻ്റെ അതേപോലെ തന്നെ പെപ്സിയുടെ ഒക്കെ ക്യാനില്ലേ, ആ ക്യാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സോൾഡറിങ് അയൺ വെച്ച് കഴിഞ്ഞാൽ ഉരുകി പോവരുത്, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ബട്ടർഫ്ലൈൻ്റെ ഫ്ലവറിൻ്റെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കിട്ടുന്ന അത്രയും ബട്ടർഫ്ലൈയും ഫ്ലവറും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നമ്മൾ ഓർഗൻസിൻ്റെ ഫ്ലവറും ബട്ടർഫ്ലൈയും തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ ആ ഒരു ബ്ലാക്ക് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാറ്റിനിൽ ഇനി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവറുകളൊക്കെ ഞാൻ ഒരു പിന്നെ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഈ ഒരു മോൾഡ് വെച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർഫ്ലൈ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രസ്സിലേക്ക് മൂവ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബട്ടർഫ്ലൈ കൂടുതലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം.